നമസ്കാരം കൂട്ടുകാരെ. നന്നായി പഴുത്ത 1 കിലോ നേന്ത്രപ്പഴം രണ്ടായി മുറിച്ച് തിളച്ച വെള്ളത്തിലോ ആവിയിലോ പുഴുങ്ങിയെടുക്കണം. ഒരു പാനിൽ ലേശം നെയ്യൊഴിച്ച് ചൂടാക്കി കശുവണ്ടിയും ഉണക്കമുന്തിരിയും മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ചിരകിയ അരമുറി തേങ്ങാപ്പീര ചെറിയ ചൂടിൽ 4 മിനിറ്റ് ഇളക്കിയെടുക്കണം. ലേശം ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിളക്കി തേങ്ങാക്കൂട്ട് മാറ്റിവെക്കണം. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് പഴം പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയ പഴം വെള്ളം അരിച്ചതിനു ശേഷം തൊലി ഉരിച്ചെടുക്കണം. ഏത്തപ്പഴം ചൂടോടുകൂടി ഒരു ഇടിത്തടിയോ ചിരട്ടത്തവിയോ കൊണ്ട് കശക്കിയെടുക്കണം. ചൂടാറിയതിനു ശേഷം നെയ്യിൽ വറുത്ത തേങ്ങാക്കൂട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യാനുസരണം ബ്രെഡ് ക്രംസും ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൈവച്ച് കുഴച്ചെടുക്കാവുന്ന പരുവത്തിൽ കട്ട്ലറ്റ് ഉരുട്ടിയെടുക്കണം. ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു കരണ്ടി കൊണ്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. കൈവച്ച് ഉരുട്ടിയെടുത്ത കട്ട്ലറ്റ് മുട്ടയിൽ എല്ലാ വശങ്ങളിലും മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞ് കയ്യിൽ വെച്ച് ഉരുട്ടി ഗോളാകൃതിയിൽ ഓരോന്നായി മാറ്റിവെക്കണം. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ കട്ട്ലറ്റ് ഓരോന്നായി ഇട്ട് അധികം കരിയാതെ പൊരിച്ചെടുക്കണം. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.